ആടാട്ട് തിരിച്ചുപിടിച്ച അനിലക്കരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോരിനിറങ്ങിയേക്കുമെന്ന് സൂചന. 5 വർഷം മുമ്പ് വടക്കഞ്ചേരിയിൽ പരാജയപ്പെട്ട് ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് തീരുമാനിച്ച അനിലക്കര തിരിച്ചുവരവിനുള്ള ഒരുക്കത്തിലാണ്. ആടാട്ട് തിരിച്ചുപിടിച്ച് പഞ്ചായത്ത് പ്രസിഡന്റായ അക്കര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോരിനിറങ്ങുമെന്നാണ് സൂചനകൾ. 2016 തൃശൂർ കോൺഗ്രസിലെ അവസാന വാക്കായ CN ബാലകൃഷ്ണന്റെ എതിർപ്പ് മറികടന്നാണ് ഉശിരൻ നേതാവായ അനിലക്കരയെ കോൺഗ്രസ് വടക്കാഞ്ചേരിയിൽ ഇറക്കിയത്. ആടാട്ട് പഞ്ചായത്തിന്റെ സാരഥിയായി നിരവധി പുരസ്കാരങ്ങൾ നേടിയ ജില്ലാ പഞ്ചായത്ത് അംഗമെന്ന നിലയിൽ തിളങ്ങിയ അക്കരെ 43 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മണ്ഡലം പിടിച്ചെടുത്തത്. തുടർന്ന് പിണറായി വിജയൻ സർക്കാരിനെതിരെ അഴിമതിയുടെ പോർമുഖം തുറന്ന് തളരാതെ പോരാടിയ അനിലക്കരയാണ് നിയമസഭയിൽ കണ്ടത്. സംസ്ഥാന സ്കൂൾ കലോത്സവം പുരോഗമിക്കുന്നു. കലോത്സവത്തിന്റെ 3ാം ദിനം 487 പോയിന്റുമായി കണ്ണൂർ 1ാം സ്ഥാനത്ത് തുടരുന്നു. 483 പോയിന്റുമായി കോഴിക്കോട് 2ാമതും 481 പോയിന്റുമായി തൃശൂർ 3ാമതുമാണ്. പാലക്കാട്, തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, മലപ്പുറം, കോട്ടയം, കാസർഗോഡ്, വയനാട്, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളാണ് യഥാക്രമം മറ്റ് സ്ഥാനങ്ങളിൽ നിൽക്കുന്നത്. ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളാണ് 118 പോയിന്റുമായി സ്കൂളുകളുടെ വിഭാഗത്തിൽ 1ാമത്. പത്തനംതിട്ടയിലെ SVGHSS കിടങ്ങന്നൂരാണ് 2ാമത്. പണം നൽകിയിട്ടും ഫ്ളാറ്റ് കൈമാറിയില്ലെന്ന പരാതിയിൽ മുൻമന്ത്രിയും RSP സംസ്ഥാന സെക്രട്ടറിയുമായ ഷിബു ബേബി ജോണിനെതിരെ പോലീസ് കേസ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസാണ് കേസെടുത്തത്. ഷിബു ബേബി ജോണിന്റെയും കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള ഭൂമിയിൽ ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയെന്നാണ് പരാതി. കുമാരപുരം സ്വദേശി അലക്സ് നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. ഉത്തർപ്രദേശിൽ മതപരിവർത്തനം ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത മലയാളി പാസ്റ്റർ ജയിലിൽ. തിരുവനന്തപുരം സ്വദേശി ആൽബിനാണ് കാൺപൂർ ദഹാത്ത് ജയിലിലുള്ളത്. കഴിഞ്ഞ 13-നാണ് കാൺപൂരിനടുത്ത് ഘാട്ടംപൂരിൽ ബജറംഗ് ദൾ പ്രവർത്തകരുടെ പരാതിയെ തുടർന്ന് ആൽബിനെയും കുടുംബത്തെയും കസ്റ്റഡിയിലെടുത്തത്. ഭാര്യയെ പിന്നീട് കസ്റ്റഡിയിൽ നിന്ന് വിട്ടിരുന്നു. ആൽബിനെ 13-ന് വൈകിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്നും FIR അടക്കം ലഭിക്കാത്തതിനാൽ ജാമ്യത്തിന് ശ്രമിക്കാൻ കഴിഞ്ഞില്ല എന്നും സഹപ്രവർത്തകർ ആരോപിച്ചു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കേരളയാത്രയിൽ പങ്കെടുത്തതിന് നടപടി. സമസ്ത EK സുന്നി നേതാവിനെതിരെയാണ് നടപടി. കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റ് അബൂ ഷമ്മാസ് മൗലവിയെ സംഘടനയിൽ നിന്ന് പുറത്താക്കി. EK സമസ്ത കോട്ടയം ജില്ലാ കമ്മിറ്റിയാണ് നടപടിയെടുത്തത്. കേരള മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച കേരളയാത്ര വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് സമാപിക്കും. വെള്ളിയാഴ്ച വൈകുന്നേരം 4-ന് പാളയത്ത് നിന്ന് ആരംഭിക്കുന്ന റാലിയും സെന്നറി ഗാർഡ് പരേഡും പുത്തരിക്കണ്ടം മൈതാനിയിൽ സമാപിക്കും.